ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ നല്ല ഇടയനാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ നല്ല ഇടയനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആടുകളും നല്ല ആടുകളാകണം. നല്ല ആടുകളുടെ പ്രത്യേകത ഇങ്ങനെയാണ് വചനത്തിൽ പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവരെ ഈ ഇടയനെ അനുഗമിക്കുന്നു. ഇടയന് ആ ആടുകളെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആടുകൾ ഇടയന് വില നൽകുന്നവരായിരിക്കണം. സ്വരം ശ്രവിക്കുവാനും അനുഗമിക്കുവാനായിട്ടും ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് ഈ ആടുകൾക്ക് സാധിക്കും. നീ ക്രിസ്തുവിൻ്റെ നല്ല ആടാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് നീയാണ്. ഈശോ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ ഈശോ മാത്രം നല്ലവനായതുകൊണ്ട് കാര്യമില്ല. സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. നിനക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കും. ഈ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന, ഈശോയെ അനുഗമിക്കുന്ന, ഈശോയുടെ സ്വരത്തിന് വില നൽകുന്ന ആടാണോ നീ എന്നാണ് നീ ചിന്തിക്കേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അവൻ്റെ സംരക്ഷണമുള്ളൂ, അങ്ങനെയുണ്ടെങ്കിൽ അവൻ്റെ ബന്ധമുള്ളൂ. ഇല്ലെങ്കിൽ നീ അകറ്റപ്പെടും, തഴയപ്പെടും. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, തെക്കുന്ന് വടക്കുന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് സ്വർഗരാജ്യത്തിൽ വിരുന്നിരിക്കും, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ തഴയപ്പെടും. നീ ഒന്ന് ചിന്തിക്കണം, വിലയിരുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാ നിറയപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.